സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും ശത്രുക്കളുമ്പോ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടുന്നിടുമ്പോ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിയിൽ വ്യാപനം ചെയ്യുമ്പോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ. അന്ധകാരം ഭൂമിയിൽ വ്യാപനം ചെയ്യുമ്പോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവിൻ കൂട്ടാളിയാണ്. ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവിൻ കൂട്ടാളിയാണ്. എന്നീ ഭാരങ്ങൾ എന്നീ യാഗം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്നീ ഭാരങ്ങൾ എന്നീ യാഗം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ബാഹ്യ ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാർ കഷ്ടങ്ങളേറ്റെയും പ്രിയനെ കാണാം. ബാഹ്യ ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാർ കഷ്ടങ്ങളേറ്റെയും പ്രിയനെ കാണാം. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ ആനേണം പ്രിയനേ. എന്നു നീ വന്നിടോ എപ്പോൾ നീ വന്നിടോ എത്ര നാൾ നോക്കി ഞാൻ ആനേണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ആഹേള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാർ കഷ്ടങ്ങളേറ്റെയും പ്രിയനെ കാണാം. ആഹേള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാർ കഷ്ടങ്ങളേറ്റെയും പ്രിയനെ കാണാം. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ ആനേണം പ്രിയനേ. എന്നു നീ വന്നിടോ എപ്പോൾ നീ വന്നിടോ എത്ര നാൾ നോക്കി ഞാൻ ആനേണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം
കർത്താവിൻ പുണ്യങ്ങൾ കാലങ്ങളായിരം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം. ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഓർമ്മപ്പെടുത്തുവാനുള്ള സൽഗുണങ്ങൾ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോട് ദൈവവചനം ശ്രദ്ധിക്കുക. കൂടപ്പിറപ്പുകളെ, ക്രിസ്തീയ ജീവിതം തികവുള്ളതാകാൻ വേണ്ടി ചില കാര്യങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടെ കൂടെ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുണർത്തേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു കാട്ടുന്നൊരു വാക്യമാണ് ഈ തീത്തോസിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതാണ് നാം വായിച്ചു കേട്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ തികഞ്ഞവരായി അധികം ആളുകൾ ഇല്ല. എന്നാൽ അപ്പോസ്തോലിക ഉപദേശങ്ങളും വിശുദ്ധന്മാരുടെ പ്രബോധനങ്ങളും അനുസരിക്കുവാൻ ശ്രമിച്ചാൽ തികഞ്ഞവരായി തീരാം എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. വിശ്വാസിയായ ഒരു ക്രിസ്ത്യാനി ഈ വിധ 4 കാര്യങ്ങൾ, അതിശ്രേഷ്ഠമായ വിഷയങ്ങളായ സൽഗുണങ്ങളുള്ളവരാകാൻ ശ്രദ്ധിച്ചാൽ അതിശ്രേഷ്ഠതയുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായി മാറും. ആരെക്കൊണ്ടും ദൂഷണം പറയാതിരിക്കുക, കലഹിക്കാതിരിക്കുക, ശാന്തന്മാരായിരിക്കുക, സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുക എന്നീ സൽസ്വഭാവങ്ങൾ ജീവിതത്തിലുള്ളവരായാൽ അവരാണ് അതിശ്രേഷ്ഠമായ ക്രിസ്തീയ ജീവിതമുള്ള ക്രിസ്തീയ വിശ്വാസികൾ. പ്രിയരെ, മിണ്ടാതിരിക്കേണ്ട വിഷയങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാണ് ആത്മീയ സംയമനം. പലപ്പോഴും അതിന് പലർക്കും കഴിയാറില്ല. എന്നാലും അതിന് പരിശ്രമിച്ചാൽ അതിന് കഴിയും. ആരെക്കൊണ്ടും ദൂഷണം പറയരുത്. ആരെക്കൊണ്ടും ഹാസ്യമായി സംസാരിക്കുകയോ ദോഷമായി സംസാരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് ദൂഷണം പറയുക എന്ന വിഷയത്തിൽ വരുന്നതാകയാൽ അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ താല്പര്യപ്പെടുക. പാപം ചൂണ്ടിക്കാട്ടരുത് എന്നതല്ല, മറ്റുള്ളവർക്ക് അപകീർത്തികരമായ ദൂഷണം പറയരുതെന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. വിശ്വാസിയുടെ നാവിൽ യേശുക്രിസ്തുവിൻ്റെ നാമം ഇരിക്കുമ്പോൾ ആകാത്തതൊന്നും സംസാരിപ്പാൻ അവന് കഴിയരുത്. വേണ്ടാത്തതും ആകാത്തതും യോജിക്കാത്തതും പ്രാധാന്യമില്ലാത്തതും അസമയത്തുള്ളതുമായ വാക്കുകൾ നിമിത്തം കുടുംബ ബന്ധങ്ങൾ നഷ്ടമാകും, വ്യക്തികൾ തകർന്നു പോകും, കൂട്ടായ്മകൾ തളർന്നു പോകുവാനിടയാകും. അതുകൊണ്ട് നമ്മുടെ നാവ് സാത്താൻ ഉപയോഗിക്കുവാൻ നാം വിട്ടുകൊടുക്കരുത്. ആരെക്കുറിച്ചും ദൂഷണം പറയാതിരിക്കുക. വിശ്വാസിയിൽ വ്യാപരിക്കേണ്ട സൽഗുണങ്ങളിൽ അടുത്തത് ഓർമ്മപ്പെടുത്തേണ്ടത് ആരോടും കലഹിക്കരുത് എന്നുള്ളതാണ്. പലപ്പോഴും കലഹത്തിന് കാരണമാകുന്നത് ക്രോധമാണ്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു എന്ന് സദൃശ്യവാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഹൃദയത്തിൽ ക്രോധത്തിന് ഒട്ടുമേ ഇടം കൊടുക്കാതെ സൂക്ഷിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമായി മനസ്സിലാക്കുക. ക്രോധത്തിന് ഇടം കൊടുത്താൽ തർക്കമുണ്ടാകും. തർക്കം കലഹത്തിലേക്ക് ഒരുവനെ നയിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 17:14 വായിക്കുന്നു, കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ, ആകയാൽ കലഹമാകും മുൻപേ തർക്കം നിർത്തിക്കളക. ഇതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത് നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ് പലപ്പോഴും ശണ്ഠയും കലഹവും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോസ്തലിക ഉപദേശത്തിൽ ശക്തമായ ഭാഷയിൽ പൗലോസ് പ്രബോധിപ്പിക്കുന്ന കാര്യം ഒരു വിശ്വാസി ഒരു ശിഷ്യനാണ്, ശിഷ്യൻ ഒരു ശുശ്രൂഷകനാണ് എന്നുള്ളതാണ്. ഒരു ശുശ്രൂഷകൻ ഒരിക്കലും കലഹിക്കുന്നവനായിരിക്കരുത്, മറിച്ച് ശാന്തനായിരിക്കുകയും വേണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഓർപ്പിക്കുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ
എന്നുള്ളതാണ് എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത്. പ്രിയരെ, ഓർമ്മപ്പെടുത്തലിലൂടെ മാത്രമേ ഒരു വിശ്വാസിയെ തികഞ്ഞവനാക്കി തീർക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിനാൽ ദൈവസഭ മുഖാന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയങ്ങൾ നാം ഏറ്റെടുത്ത് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അടുത്ത ഒരു ഓർമ്മപ്പെടുത്തൽ ശാന്തന്മാരായിരിക്കുക, സകല മനുഷ്യരോടും സൗമ്യത കാട്ടുക എന്നുള്ളതാണ്. ഒരു വിശുദ്ധന്റെ മുഖമുദ്രകളാണ് ശാന്തതയും സൗമ്യതയും. നമ്മിൽ വ്യാപരിക്കുന്ന സൗമ്യതയും ശാന്തതയും സകല മനുഷ്യരും അറിയട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ആശംസിക്കുന്നു. ഏത് പ്രതികൂലവും പ്രതിസന്ധിയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ശാന്തതയോടും സൗമ്യതയോടും കൂടി അതിനെ നേരിടുവാൻ കഴിയുന്നവരാകണം നാം ഓരോരുത്തരും. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിൽ മാത്രം പൂർണ്ണാശ്രയം അർപ്പിച്ച് മൗനം അവലംബിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു സൽഗുണം തന്നെയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ മാത്രമല്ല, മറ്റു മനുഷ്യർ ചെയ്യുന്ന ദ്രോഹങ്ങളും ക്ഷമയോടെ സഹിക്കുവാൻ സൗമ്യതയും ശാന്തതയും മൂലം സാധ്യമാകും. നമ്മുടെ വിരോധികളോട് സൗമ്യതയോടെ ഇടപെടുവാൻ നമുക്കിടയാകണം. നാം പ്രതിവാദം പറയുന്നിടത്ത് സൗമ്യതയോടെ ശാന്തതയോടെ പറയുന്നവരുമായിരിക്കണം. 1 പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. കൂടപ്പിറപ്പുകളെ, ശാന്ത സ്വഭാവവും സൗമ്യതയും ഒരിക്കലും ബലഹീനതയാണെന്ന് കരുതരുത്. നാം സൗമ്യതയോടും ശാന്തതയോടും കാര്യങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവനൊന്നും അറിയാത്തവൻ, ഇവനൊരു കഴിവുമില്ലാത്തവൻ, ഇവനൊരു വിഡ്ഢി എന്ന് ലോകം പറഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. സൗമ്യതയും ശാന്തതയും ഉള്ളവനിൽ ഒരു ശക്തമായ അധികാരമുണ്ട്. സൗമ്യതയും ശാന്തതയും ഉള്ളവന് വിശാലമായ ശ്രേഷ്ഠമായ അവകാശങ്ങൾ ലഭിക്കുന്നവനുമാണ്. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഉപദേശ സത്യങ്ങൾ ഏറ്റെടുത്ത് അതനുസരിക്കുവാൻ ശ്രമിച്ച് വിശുദ്ധ ജീവിതത്തിന് ശ്രേഷ്ഠകരമായ വിജയത്തിലേക്ക്, ആ വിശുദ്ധ ജീവിതത്തിൻ്റെ തികവിലേക്ക് ഉയരുവാൻ ശ്രമിക്കുക. അതേ, പരിശുദ്ധാത്മാവ് നമ്മെയും ഈ വിധ സത്യങ്ങൾ വീണ്ടും 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 ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കുന്നു. ആകയാൽ ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി, നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിനു വേണ്ടി സ്വീകരിച്ച് നമ്മുടെ വിശ്വാസത്തിന് കാൽച്ചുവടുകൾ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് എടുത്തുവെച്ച് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ കൂടപ്പിറപ്പുകളെ നമുക്കിടയായിത്തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടച്ചാൽ. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന തിരുവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനമനുസരിച്ച് തികവുള്ളവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കണമേ. കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾ ശക്തരായി തീരട്ടെ. ഉയരത്തിലെ നന്മകൾ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പകർന്നു കൊടുത്ത് മാനിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കൽപ്പിച്ചാണ്. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഉത്തമ സ്നേഹിതൻ എന്നീ ഭാരങ്ങൾ എന്നീ യാഗം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്നീ ഭാരങ്ങൾ എന്നീ യാഗം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം
ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ കഷ്ടങ്ങളേറ്റിയെ കാണാനാ എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ എന്നു നീ വന്നിടോ എപ്പോൾ നീ വന്നിടോ എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം